ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വിഷൻ വൈബ്സ്. ഇന്നത്തെ ഡേ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആക്കണമെന്നാണ് എൻ്റെ പ്ലാൻ. സോ രാവിലെ തന്നെ എണീറ്റ് ഞാൻ ടെറസിൽ വന്നു. ബിക്കോസ് എൻ്റെ മൈൻഡ് ഒന്നും ഒട്ടും ഓക്കെ അല്ലെങ്കിൽ ഞാൻ ആദ്യം വന്നിരിക്കുന്നത് ഈ ടെറസിലായിരിക്കും. ഇങ്ങനെ വന്നിരിക്കുമ്പോൾ കുറച്ച് റിലാക്സ് ആവും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡേ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി രാവിലെ തന്നെ ഞാൻ ഇവിടെ വന്ന് ഞാൻ മോർണിംഗ് അങ്ങനെ ടെറസിൽ കയറാറ്, കാരണം നല്ല വെയിലായിരിക്കും. ഇന്ന് കുറച്ച് അധികം നേരം ഞാൻ അവിടെ നിന്നു. ആക്ച്വലി ഞാൻ എണീറ്റ സമയം ഇച്ചിരി ഇരുണ്ടാ കിടന്നു. രാവിലെ സൂര്യന്റെ പ്രകാശം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഇന്ന് മഴയായിരിക്കുമെന്ന്. പിന്നെ ബ്രഷ് ചെയ്ത് വന്നപ്പോൾ തന്നെ സ്വിച്ച് ഇട്ട പോലെ ലൈറ്റായി. ഇന്ന് സ്കൈ ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തോന്നി. അങ്ങനെ തോന്നാൻ കാരണം വേറൊന്നുമല്ല, സാധാരണ മോർണിംഗ് ഞാൻ ഇങ്ങനെ ഇറങ്ങി നോക്കാറില്ല. അടുത്ത നമ്മുടെ പരിപാടി ഫുഡാണ്. അങ്ങനെ കിച്ചണിൽ ഇവിടെ വന്നപ്പോൾ അപ്പോ സാമ്പാറും ചമ്മന്തിയും ഒക്കെ സെറ്റായിരുന്നു. അപ്പൊ ഞാൻ കരുതി ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കളറാവും. അങ്ങനെ അതും സെറ്റാക്കി. ആക്ച്വലി ഇതിന്റെ പേരെന്താ പറയാനെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് കോളേജിൽ ഞങ്ങളെ ചേച്ചി ഇത് എപ്പോഴും കൊണ്ടുവരാറുണ്ട്. ഞാനും ഇതിന്റെ ഒരു ഫാനായി മാറി. പിന്നെ അതും സെറ്റാക്കി ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ചു. നമ്മുടെ പരിപാടി ഹെയർ കെയർ ആണ്. ഈ കെയർ ചെയ്യുന്ന പരിപാടി എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ കാരണം അത്രമാത്രം ഹെയർ ഫോൾ എനിക്കുണ്ട്. മുടി ജസ്റ്റ് തൊട്ടാ പൊട്ടി വരുന്ന അവസ്ഥ. ഇപ്പോൾ ഇനി കെയറും കൂടെ ചെയ്തില്ലെങ്കിൽ മുട്ടച്ചയാവുന്നതിൽ ഒരു സംശയം. അങ്ങനെ പാക്ക് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് പോയി കുടിച്ചു വന്നു. പിന്നെ ഒരു റിഫ്രഷിങ് ഫീലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഐസ്ക്രീം കിട്ടി, പിന്നെ അതും കഴിച്ചു. പിന്നെ ഉച്ചയായപ്പോൾ ചോറും കഴിച്ചു. പിന്നെ കുറച്ച് തുണി കഴുകൽ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈവനിങ് ഇടയ്ക്ക് എൻ്റെ കസിൻ മാഗിക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി പറഞ്ഞു തന്നു. അങ്ങനെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. ഇതിൽ വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറൊന്നുമല്ല, 2-3 ഗാർലിക്കും പിന്നെ കുറച്ച് ചില്ലി പൗഡർ, പിന്നെ അതിനെ ബാലൻസ് ചെയ്തിരിക്കുന്ന ഷുഗറും. ആദ്യം അത് നല്ലപോലെ പേസ്റ്റ് ആക്കുക, പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് അത് ജസ്റ്റ് ഒന്ന് വശക്കി എടുക്കുക. അപ്പൊ തന്നെ നല്ല മണമായിരിക്കും. അപ്പൊ കുറച്ച് വാട്ടർ ആഡ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മാഗി മസാല ആഡ് ചെയ്യും. പിന്നെ മാഗി ഞാൻ നേരത്തെ തന്നെ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും. ഗാർലിക് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അതിൻ്റെ ആ മണം വരുമ്പോൾ തന്നെ കഴിക്കാൻ. അപ്പൊ നിങ്ങൾ ഈവനിങ് ഇതുപോലെ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. ഇത് പിന്നെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യത്തില്ല, ബിക്കോസ് മാഗി ആയതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഇടയ്ക്ക് കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിനുശേഷം ഹാഫ് കുക്ക് ചെയ്ത മാഗി ഇതിലോട്ടങ്ങ് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇവിടെ കമന്റ് ചെയ്യാൻ മറക്കില്ലേ. അങ്ങനെ നമ്മുടെ മാഗി ഇവിടെ റെഡി. അങ്ങനെ ഒരു മൂവിയൊക്കെ കണ്ട് ഇതും കഴിച്ച് ഒരു കട്ടനും കുടിച്ചാൽ നൈറ്റ് വിശപ്പില്ലാത്തതുകൊണ്ട് മാംഗോ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ബൈ.